എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ശ്രീരാമനവമിയുടെ ഭാഗമായി ഉണ്ടായ സെലിബ്രേഷൻ ആണ് ഈ വീഡിയോയിൽ. 2025 ഏപ്രിൽ 6 ഈ വർഷത്തെ ശ്രീരാമനവമി. ശ്രീരാമസ്വാമിയുടെ ജന്മദിവസമായാണ് രാമനവമി ആഘോഷിക്കുന്നത്. ചൈത്രമാസത്തിലെ 9ാമത്തെ ദിവസമാണ് ശ്രീരാമനവമി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായാണ് എപ്പോഴും വരാറ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഇവിടെ ഹൈദരാബാദിൽ സീതാരാമ കല്യാണമായിട്ടാണ് നടത്താറ്. ഇവിടെ അപ്പാർട്ട്മെന്റിൽ കമ്മിറ്റിയാണ് ഇങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യുക. രാമനവമിക്ക് മുന്നെയായി ഒരു ദിവസം മീറ്റിംഗ് ഉണ്ടാകും. അതിൽ വെച്ച് നറുക്കിട്ട് 2 ഫാമിലിയെ തിരഞ്ഞെടുക്കും. അവർ ആയിരിക്കും ആ വർഷത്തെ രാമനവമിയിൽ സീതാദേവിയുടെയും ശ്രീരാമസ്വാമിയുടെയും പരിവാരം, അതായത് ഫാമിലി. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഫാമിലീസ് അവരുടെ ഫ്ലാറ്റിൽ നിന്നും കൊട്ടും വാദ്യവുമായി പല്ലക്കിൽ സീതാദേവിയുടെയും ശ്രീരാമസ്വാമിയുടെയും വിഗ്രഹങ്ങൾ ഘോഷയാത്രയോടുകൂടി അപ്പാർട്ട്മെന്റിനെ വലം വെച്ച് മണ്ഡപത്തിലേക്ക് ആനയിക്കും. പിന്നെ 2-3 മണിക്കൂർ പൂജയാണ്. മുഹൂർത്ത സമയത്താണ് കല്യാണം നടക്കുക. കൊട്ടും നാദസ്വരവുമായി നല്ലൊരു കല്യാണം. കല്യാണത്തിനനുബന്ധിച്ച് രാമായണ കഥകൾ പറയും. അതെല്ലാം തെലുങ്കിലാണ് പറയുക. കല്യാണത്തിന് ശേഷം പ്രസാദമായിട്ട് പാനകം കിട്ടും നമുക്ക്. ഉച്ചയ്ക്ക് ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു. വട, പുളിഹോര, വെജ് പുലാവ്, ചോറും പരിപ്പ്, ചോറ് നെയ്യ്, ചോറ് തൈര്, പിന്നെ കുറേ കറികള്, അച്ചാറ്, 2-3 ടൈപ്പ് സ്വീറ്റ്സ്, ഇതൊക്കെയായിരുന്നു ഭക്ഷണം. നല്ല ഫുഡായിരുന്നു. അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനത്തെ കൾച്ചറൽ ഗാദറിങ്സ് എല്ലാം നല്ലൊരു സോഷ്യൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യും. ഇന്നത്തെ ബിസി ലൈഫിൽ ഇങ്ങനത്തെ ആഘോഷങ്ങളെല്ലാം നല്ലൊരു സ്പിരിച്വൽ റിലാക്സേഷൻ കൂടിയാണ്. വൈകിട്ട് 6:30 കഴിഞ്ഞ് പ്രൊസഷൻ ഉണ്ടായിരുന്നു. കൊട്ടും വാദ്യവും കോൽക്കളിയും എല്ലാമായി 3 റൗണ്ട് അപ്പാർട്ട്മെന്റിനെ വലം വെച്ചു. നമുക്കിവിടെ 5 ബ്ലോക്കാണുള്ളത്. അതുകൊണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കാൻ സമയമെടുക്കും. പ്രദക്ഷിണം പൂർത്തിയായാൽ ചെറിയൊരു പൂജയോടുകൂടി പല്ലക്കിൽ നിന്നും വിഗ്രഹത്തെ മാറ്റും. പിന്നെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വെച്ചിട്ട് കുറച്ച് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഈ വർഷത്തെ രാമനവമി നന്നായി അവസാനിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.